കർത്താവിങ്കലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ വിശ്വസിക്കാൻ ഈ പകൽ നമുക്ക് ഇടയായി തീരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ ജനനം, മരണം, പുനരുത്ഥാനം ഇതെല്ലാം കാലസമ്പൂർണതയിൽ സംഭവിച്ചതാണ്. ഇതെല്ലാം ആരംഭത്തിൽ വർഷങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 10-20 വർഷങ്ങളല്ല, ഏകദേശം 600, 800, 1000 വർഷത്തിന് പുറകിലാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? 1000 വർഷങ്ങൾക്ക് പുറകിൽ തൊട്ട് ദൈവം പറഞ്ഞ ദൂതുകളുടെ നിവൃത്തീകരണമാണ് യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ കഷ്ടാനുഭവം, യേശുവിൻ്റെ മരണം, ഒരു പുനരുത്ഥാനം. ഇതെല്ലാം ഇപ്പോൾ യേശു ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെന്നാ കാര്യമെന്ന് ചോദിച്ചാൽ, അതിനെ വചനം ശരിക്കും നമ്മൾ പഠിച്ചു വരുമ്പം ഇതിനകത്ത് ദൈവം ചെയ്ത ഡീറ്റെയിലുകളെ പഠിച്ചാൽ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല എന്നുള്ള ആഴമായ ഉറപ്പ് നമുക്ക് കിട്ടും. എത്ര കൃത്യമായിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങളെയും ഹിസ്റ്ററിക്കകത്ത്, ചരിത്രത്തിനകത്ത് ഒരു ചെറിയ സിംഗിൾ കാര്യം പോലും ദൈവം തെറ്റുവരുത്തിയിട്ടില്ല. നമുക്കിന്ന് പകൽ അതൊരു ധൈര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ദൈവം നമ്മളോട് പറഞ്ഞ ഒരു വാഗ്ദത്തത്തിന് ഒരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ല. ഈ എഴുതിയ വചനത്തിനകത്ത് ഒരു വള്ളിയോ പുള്ളിയോ മാറത്തില്ലെന്ന് ദൈവം പറയുമ്പം അതിൻ്റെ ഉറപ്പെന്താണെന്നറിയാമോ? ഇതിന് മുൻപിലുള്ള കാലങ്ങളിലെല്ലാം കർത്താവ് അത് ചെയ്തിട്ടുണ്ട്. കർത്താവ് ആ വിഷയത്തിൽ എക്സ്പേർട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതാ നമ്മുടെ ധൈര്യം. മുൻപോട്ടും അവൻ പറഞ്ഞതെല്ലാം കൃത്യമായി ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഒരു ജനതയെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഹിസ്റ്ററി ആരംഭിക്കുന്ന അബ്രഹാമിന്നാ. അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ദൈവം പറയാണ്, എനിക്കൊരു ജനതയെ വേണം, അതിനുവേണ്ടി ഒരു മനുഷ്യനെ വിളിക്കുക. ആ മനുഷ്യനിൽ നിന്ന് പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ജനം ഉണ്ടായി വന്ന് യോസേഫിലേക്ക് വരുന്നു. ആ ജനം മിസ്രൈമിൽ വരുന്നു. അവർ നന്മകൾ അനുഭവിക്കുന്നു. യോസേഫിനെ അറിയാത്ത ഒരു ഫറവോൻ വന്ന് ഇസ്രായേലുകാർക്ക് കഷ്ടത ആരംഭിക്കുക. കഷ്ടത ആരംഭിച്ചിട്ട് അവർ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു സമയമെത്തി. ദൈവം ഒരു വിടുവിക്കാൻ ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആരാള്? മോശ. ഇവിടെ ഉണ്ടോ? ശ്രദ്ധിക്കണേ. മോശ എന്നൊരു വീണ്ടെടുപ്പുകാരനെ എഴുന്നേൽപ്പിച്ചു. മോശ അവരുടെ അടുക്കൽ അയക്കുന്നു. 10 ബാധകളെ കൊണ്ട് ദൈവം ആ ദേശത്തെ, അവരുടെ ദൈവങ്ങളെ, അതിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കിയിട്ട് ദൈവമാണ് ഏകസത്യ ദൈവം എന്ന് തെളിയിച്ചു. അവസാനത്തെ ബാധയാണ് എല്ലാ വീട്ടിലെയും ആദ്യ സന്തതി, ആദ്യത്തെ ആൺതരിയെ ദൈവം കൊന്നു. മിസ്രൈമിലെ 430 വർഷം ഇസ്രായേലിനെ അടക്കി ഭരിച്ച പാപം. ഇതെല്ലാം നിഴലാണെന്ന് നമ്മൾ ഇന്നലെയും പറഞ്ഞല്ലേ. പഴയ നിയമം എല്ലാം നിഴലാ. പുതിയ നിയമത്തിൽ സംഭവിക്കാനുള്ള, ദൈവം ചെയ്യാനിരിക്കുന്ന ഒരു മഹാവീണ്ടെടുപ്പിൻ്റെ നിഴല് മാത്രമാണ്. അപ്പം ഈ നിഴല് ശരിക്കും ഇസ്രായേലുകാർക്കൊരു ഭയങ്കര പ്രത്യാശയാണ് കൊടുക്കുന്നത്. ഇത് സംഭവിച്ചെങ്കിൽ ഞങ്ങളുടെ വലിയ വീണ്ടെടുപ്പ് നടക്കും എന്നുള്ളൊരു വലിയ ധൈര്യം ഇവർക്ക് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാ ആൺതരിയും ഞാൻ തൊടുമെന്ന് പറഞ്ഞപ്പം ഇസ്രായേലും മിസ്രൈമിലാണ് പാർക്കുന്നത്, ഗോഷൻ ദേശത്ത് പാർക്കുക. പക്ഷെ അവരോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു കുഞ്ഞാടിനെ, 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് നിങ്ങൾ പാകം ചെയ്ത് അതിനെ ഭക്ഷിക്കണം. അതിൻ്റെ ഒരു എല്ല് പോലും ഒടിയാൻ പാടില്ല. അത് ആ കുടുംബം മുഴുവൻ കഴിക്കണം. എന്നിട്ട് ഇതിനെ അറുക്കുന്ന സമയത്ത് അതിൻ്റെ രക്തം എടുത്തിട്ട് കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ചാൽ സംഹാരകൻ കടന്നു പോകുന്ന സമയത്ത് ഇസ്രായേലിലെ ഒരു കുഞ്ഞിനെ പോലും തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ അടയാളം? ഒറ്റ കാര്യം, പെസഹ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബാധ തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രാത്രിയിൽ മിസ്രൈമിൽ ഒരു വലിയ നിലവിളി ഉണ്ടായി. പക്ഷെ ഗോഷൻ ദേശത്ത് ഒരനർത്ഥവും സംഭവിച്ചില്ല. രക്തം അടയാളമായിട്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു നിലവിളിച്ചപ്പം ദൈവജനം പാട്ടുപാടി വിടുതലോടെ അതിനകത്തു നിറങ്ങി. ഹല്ലേലൂയ. ആ അനുഭവത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആദ്യ കാലഘട്ടങ്ങളിൽ വീടുകളിലാണ് അവർ ആചരിച്ചതെങ്കിൽ യേശുവിൻ്റെ സമയം വന്നപ്പോഴത്തേനും വീടുകളിലെ പെസഹ ആചരണം മാറി ആലയത്തിലായി മാറി. ആലയത്തിൽ കൊണ്ടുവന്ന്, യെരൂശലേമിൽ കൊണ്ടുവന്ന് യാഗമർപ്പിച്ച് അത് യെരൂശലേമിൽ വെച്ച് അവർ കഴിക്കണമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പെസഹ കുഞ്ഞാട്, അതൊരു നിഴല, അല്ലേ? ഇതൊരു നിഴല. നമുക്കിന്ന് അറിയാം പെസഹ കുഞ്ഞാട് ആരാണെന്ന്. അത് യേശു കർത്താവാണ്.
ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചതുപോലെ നിങ്ങൾക്ക് നിത്യമായ ഒരു മോക്ഷം തരാൻ, രക്ഷ തരാൻ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള പെസഹ കുഞ്ഞാട് ഇനി ശരിക്കും അറുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വർഷവും പെസഹ ആചരിക്കുമ്പം. നീസാൻ മാസം വന്ന് ഒരു ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ അവർ കൊണ്ടുവന്ന് ആലയത്തിൽ കൊടുത്ത് അതിനെ യാഗം കഴിച്ച് അതിൻ്റെ രക്തമെടുത്ത് യാഗപീഠത്തിൻ്റെ മേൽ തളിച്ച് ആ പെസഹ ആചരിക്കും. അത് ഏകദേശം 6-7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഒരു കൂടാര പെരുന്നാളും ഒക്കെ ഇതിനോട് ചേർന്ന് അവർ ആചരിക്കും. എന്തിനാ? ഈജിപ്തിൻ്റെ ഓർമ്മയാ. ഞങ്ങൾ എവിടെ കിടന്നതാ, എവിടുന്നാ ദൈവം ഞങ്ങളെ വിടുവിച്ചത്. ആ വിടുവിക്കാൻ വേണ്ടി ദൈവം അയച്ച ബാധകൾ എന്താ? ശരിക്കും ഈ പാസ് ഓവർ മീൽ, പെസഹ കഴിച്ചു യേശു കഷ്ടാനുഭവങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ടു മുന്നേ അവസാന അത്താഴത്തിന് വേണ്ടി അവരിരുന്നു. അവസാന അത്താഴം നമ്മൾ ഈ പറയുന്ന പോലെ അപ്പവും വീഞ്ഞും മാത്രമൊന്നുമല്ല. പെസഹ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ, പെസഹ എന്നൊക്കെ പറയുന്നത് ഖോഷർ എന്ന് പറയുന്ന ഒരു മീല. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അവർ കഴിക്കുന്ന ഓരോ ആഹാരത്തിനും പ്രത്യേകതയുണ്ടായിരുന്നു. കയ്പ് ചീര കഴിക്കണം, അങ്ങനെ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണം. ഇതെല്ലാം മിസ്രൈമിൽ നിന്ന് ഇവരെ വീണ്ടെടുത്ത് കൊണ്ടുവന്നതും മരുഭൂമിയുടെ അനുഭവം എല്ലാം ഓർപ്പിക്കാൻ വേണ്ടിയാണ് കയ്പ് ചീര, പുളിപ്പില്ലാത്ത അപ്പം, അങ്ങനെ പല സാധനങ്ങൾ ചേർന്നാൽ നമ്മൾ പറയുന്ന പോലെ ചോറും കറിയും കൂട്ടിയൊന്നുമല്ല കഴിക്കുന്നത്. കഴിക്കുന്ന ഓരോ ആഹാരം എടുത്ത് കഴിക്കുമ്പോഴും അവർ ഈ വീണ്ടെടുപ്പിനെ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. അവർ ഈ വീണ്ടെടുപ്പിനെ ഓർക്കുക മാത്രമല്ല, ഇത് മനസ്സിലാകാൻ വേണ്ടി പറയുവാണേ, ശ്രദ്ധിക്കണേ. ഇവർ കഴിക്കുന്ന പെസഹ ഒരു ടേബിളിലിരുന്ന് വീട്ടുകാർ കഴിക്കുമ്പം അതിനകത്ത് ഒരു കസേരയും ഒരു ടേബിളും ഒരു പ്ലേറ്റും അവർ ഒഴിച്ചിടും. അതെന്തിനാണെന്നറിയാം? അത് മശിഹായ്ക്ക് വേണ്ടി അവർ ഒഴിച്ചു മാറ്റിയിടും. ഒരു വീണ്ടെടുപ്പുകാരൻ വരുമെന്നുള്ളൊരു വലിയ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ആചാരമാണ് പിന്നീട് ആലയത്തിലേക്ക് മാറി. ആലയത്തിൽ അവർ പെസഹ കുഞ്ഞാടിനെ അറക്കും. പെസഹ കുഞ്ഞാടിനെ ഇപ്പം ആലയത്തിൽ അറക്കുന്ന സമയത്ത് ഓരോ വീട്ടുകാർക്കും ആലയത്തിൽ കൊണ്ടുവന്ന് അതിനെ അറുക്കാം. എന്നിട്ട് അതിൻ്റെ മാംസം അവിടെ വെച്ച് കഴിക്കാം. അപ്പം തന്നെ ആലയത്തിൽ പുരോഹിതൻ ഈ പെസഹയെ ആലയത്തിൻ്റെ വകയായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ആടിനെ ആലയത്തിനുള്ള ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ഊനമില്ലാത്ത ഒരു വയസ്സുള്ളൊരു കുഞ്ഞാടിനെ കൊണ്ടുവന്നിട്ട് വേണം അറുക്കാൻ. ഈ ആലയത്തോട് ചേർന്നുള്ള ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്ന ആട്ടിടയന്മാർ പെസഹ എല്ലാ വർഷവും അവർ ചെയ്യുന്നൊരു കാര്യം, ഒരു തള്ളയാട് കുഞ്ഞിനെ പ്രസവിക്കാൻ സമയമാകുമ്പം അവർ ഭയങ്കര ശ്രദ്ധയോടെ നോക്കും. ഇത് പ്രസവിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ഊനമില്ലാത്തതാണ്, പെർഫെക്റ്റ് ആണെന്ന് കണ്ടാൽ ഉടനെ ഇതിനെ ഒരു ശീലക്കകത്തോട്ട് വാങ്ങി ചുറ്റി പരിപാലിക്കും. അടുത്ത ഒരു വർഷം ഇതിനൊരു കേടും തട്ടാതെ ഇതിനെ സൂക്ഷിക്കണം. കാരണം പെസഹായിക്ക് ഇതിനെ അറക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും കത്തുന്നുണ്ടോ? ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് ദൂതന്മാർ ആട്ടിടയന്മാരോടാണ് ഈ സദ്വർത്തമാനം അറിയിക്കുന്നത്. അവരോട് പറയാണ്, സകല മനുഷ്യർക്കുണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കുകയാണ്. ദാവീദിന്റെ നഗരമായ ബേത്ലഹേമിൽ ഒരു രക്ഷകൻ നിങ്ങൾക്ക് പിറന്നിരിക്കും. എന്നിട്ടൊരു അടയാളം കൊടുക്കുന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ? അടയാളം എന്താണ്? ശീലകളിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിന്തിച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവരുടനെ മഫ്ലിൻ എന്താന്ന് പറയണേ, ഫ്ലാനൽ. സ്ത്രീകൾക്കൊന്നും അറിയത്തില്ലല്ലോ ദൈവമേ. നിങ്ങൾ അറിയുന്നില്ലല്ലോ, ഇവരല്ലേ വാങ്ങുന്നത്. ഫ്ലാനലിൽ ചുറ്റി വാങ്ങത്തില്ലേ? ശീല ചുറ്റിയെ കിടത്തുക. പക്ഷെ ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇത് പള്ളിപ്രമാണിയോടോ പുരോഹിതനോടോ പറയാതെ എന്താ ഈ ആട്ടിടയരോട് പറഞ്ഞെന്നറിയോ? ഇവർക്കറിയാം ഈ ശീലയിൽ ചുറ്റി വാങ്ങുന്നത് ഊനമില്ലാത്ത കുഞ്ഞാടിനെ മാത്രമേ വാങ്ങത്തുള്ളൂ. ഊനമുള്ളതാണെന്ന് കണ്ടാൽ അതിനെ വിടും. അത് അങ്ങ് വീണ് പിന്നെ അത് തന്നെ എഴുന്നേറ്റ് അതങ്ങ് വളർന്നോളും. അതിന് പ്രത്യേകിച്ച് കെയർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഊനമില്ലാത്ത ഒന്നാണെങ്കിൽ ഇത് പാസ് ഓവറിന് വേണ്ടിയുള്ളതാ.
പെസഹായ്ക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് പെട്ടെന്ന് അതിനെ ശീലയിൽ ചുറ്റി അവർ ആ തൊട്ടിയിലോട്ട് കിടത്തും. ഈ അടയാളമാണ് ദൈവം അവർക്ക് കൊടുത്തിട്ട് പറയുന്നത്, കാലാകാലങ്ങളായി നിങ്ങളൊരു പ്രത്യാശയോടെ ചെയ്തു വരുമല്ലേ, ഒരു മശിഹ വരുമെന്നുള്ളത്. ആ അടയാളം നിങ്ങൾക്ക് തരുക. ഊനമില്ലാത്തൊരു കുഞ്ഞ് ബെത്ലഹേമിൽ ജനിച്ചിട്ടുണ്ട്, അതിനെ ശീലയിൽ ചുറ്റി പശുത്തൊട്ടി വെച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലായോ? ദൈവം ആ ഡീറ്റെയിൽ പോലും വിട്ടുകളയാതെ ഇത്ര കൃത്യമായി അടയാളപ്പെടുത്തി ചെയ്തെങ്കിൽ ഇന്ന് പകല് വിശ്വസിക്കണം, എൻ്റെ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൊടുക്കേണ്ട അടയാളം കൊടുക്കേണ്ട വ്യക്തിക്ക് വ്യക്തമായി കൊടുക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ അതിനൊരു, നമ്മൾ ഇന്നിപ്പം പ്രസവിക്കാനൊക്കെ പോയി നിൽക്കുമ്പം നമ്മൾ ചിലപ്പം ആ ലാസ്റ്റ് മിനിറ്റിൽ നേഴ്സ് പറയുമ്പോൾ അയ്യോ ഫ്ലാനൽ എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത്. മേരിയും ജോസഫും ഈ ഓട്ടം ഓടുക, കുഞ്ഞിനെ കൊല്ലാനുള്ള ദർശനമൊക്കെ കിട്ടി, ഇവർ ഓടി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവസാനം വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ ഒരു പശുത്തൊട്ടി പ്രസവിക്കുമ്പം ഇവർക്ക് എവിടുന്ന് കിട്ടി ഫ്ലാനൽ? ദൈവം കരുതുമെന്ന് പറഞ്ഞാൽ ദൈവം കരുതും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് വിശ്വസിക്കണം, ഈ ഓട്ടം ഓടി ഒരു സ്ഥലമില്ലാതെ അഗതിയെ പോലെ കയറിക്കിടന്ന് പശുത്തൊട്ടിക്കകത്തും നിനക്ക് വേണ്ടി കരുതാൻ ദൈവത്തിന്റെ പ്രവചനം ശബ്ദത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകല് വിശ്വസിക്കണം, നിന്നോട് പറഞ്ഞ ദൂത് നിവർത്തിക്കാൻ എന്റെ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ശീലയിൽ പൊതിയാതൊരു കുഞ്ഞിനെ കിടത്തിയ ഈ ആട്ടിടയന്മാർക്ക് എന്നാ അടയാളോ കിട്ടുക? ഏതോ ദരിദ്ര കുഞ്ഞെന്നേ പറയത്തുള്ളൂ. പക്ഷെ അവർ ആ ശീലയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കണ്ടപ്പം അവർക്ക് വ്യക്തമായി മനസ്സിലായി, ഇത് സന്തോഷ വാർത്തയാ, ഇവനാണ് മശിഹ. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്ന പ്രവൃത്തി, അതുകൊണ്ട് അവന്റെ വഴികളെല്ലാം തികവുള്ളതെന്ന് എഴുതിയിരിക്കുന്നത്. ഹിസ് വേസ് ആർ പെർഫെക്റ്റ്. ദൈവത്തിന് തെറ്റുപറ്റത്തില്ലെന്ന്. ഇങ്ങനെ നമ്മൾ എടുത്തു പഠിച്ച് ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ചെയ്ത കാര്യങ്ങളുടെ ഭംഗിയെ പഠിച്ചാൽ അപ്പോഴാണ് നമുക്ക് ധൈര്യം വരും നമ്മുടെ കാര്യത്തിൽ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞു, എന്താ, വയലിലെ താമരയെ നോക്ക്, ഡിസ്പൈസ്ഡ്, ആരും ശ്രദ്ധിക്കാത്ത, ആരും അതിനുവേണ്ടി കെയർ ചെയ്യാനുമില്ല, പക്ഷെ അതിനെപ്പോലും കർത്താവ് ഇത്രയും നന്നായി കരുതുമെങ്കിൽ മനുഷ്യനോട് പറയാ, സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച സ്വന്തം ആത്മാവിനെ പകർന്ന നിനക്ക് വേണ്ടി എത്രയധികം ദൈവം കരുതും. എന്തിനാ വിചാരപ്പെടുന്നതെന്ന് ചോദിക്കുന്നതിന്റെ പുറകിലെ റീസൺ ഇതാണ്, ദൈവം സകലതും നന്നായി ചെയ്യുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. എന്റെ ദൈവം സകലതും നന്നായി ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞ് ജനിച്ചു, ഇനി എന്ന് അറുക്കപ്പെടും ടൈമൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കിന്ന് അറിയാം 33.5 തിരുവയസ്സാണെന്നുള്ളത്. മേരിക്കും അറിയത്തില്ല, ജോസഫിനും അറിയത്തില്ല, കണ്ട ആട്ടിടയന്മാർക്കും അറിയത്തില്ല. ഇനി വെയിറ്റിംഗ് പീരീഡാ. ഈ വിടുതലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അടുത്ത നാളുകളെല്ലാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഈ പെസഹയെ കുറിച്ച് കാണുന്നത് 12ാമത്തെ വയസ്സിൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പെസഹ ആചരിക്കാൻ യെരൂശലേം ദേവാലയത്തിൽ പോയെന്ന് എഴുതിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനിച്ച അന്ന് തൊട്ട് പിന്നെ പരിച്ഛേദനയേറ്റ് പിന്നെ എല്ലാ വർഷവും പെസഹായ്ക്ക് യെരൂശലേമിൽ പോകുമായിരുന്നു. 12ാമത്തെ വയസ്സിൽ വെച്ചാണ് കാണാതാകുന്നത്. അതിന് മുന്നേ പരിച്ഛേദനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തും കാത്തിരുന്ന 2 പേര് മശിഹായെ കണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് അല്ലേ. ഒന്ന് ഹന്നായും ശിമയോനും. 2 പേരും കാത്തിരുന്ന മശിഹായെ കണ്ടെന്ന് പറഞ്ഞ്. ഇപ്പൊ നോക്കിക്കേ, ഒരു കൂട്ടർക്ക് അടയാളം വേണമായിരുന്നു, മറ്റൊരു കൂട്ടർക്ക് അടയാളം വേണ്ട. അവർ ആത്മാവിൽ തിരിച്ചറിഞ്ഞു, അവർ ആത്മാവിൽ നടത്തപ്പെടുന്നവരായിരുന്നു. അവര് ആരെങ്കിലും പറഞ്ഞോ ഈ കൊച്ചു കുഞ്ഞിനെ കണ്ട മശിഹയാണെന്ന് തോന്നുവോ? ഇസ്രായേൽ മുഴുവൻ കാത്തിരിക്കുന്ന മശിഹ രാജാവായിട്ട് കൊട്ടാരത്തിൽ വരുമെന്നാ പറയുന്നത്. അപ്പൊ ആണ്ടട തച്ചനായ ഒരു മനുഷ്യൻ, താഴേക്കിടയിലുള്ള ഒരു മനുഷ്യൻ, ഒരാടിനെ കൊടുക്കാൻ പോലും ശേഷിയില്ലാത്തതുകൊണ്ട് ഒരു കുറുപ്രാവിനെയും കൊണ്ടാ വന്ന, അത്ര ദരിദ്ര കുടുംബത്തിലൊരു മനുഷ്യൻ. ആ കുഞ്ഞിനെ കണ്ടിട്ട് ആത്മാവിൽ ശിമയോന് മനസ്സിലായി, ഇതാണ് മശിഹ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഉറപ്പ് കണ്ടോ? ആ മനുഷ്യന്റെ ആയുസ് അത്രയും വയസ്സ് എന്നയാളാ. പക്ഷെ ആയുസ്സിനെ എടുക്കാതെ ദൈവം നിർത്തിയത് ഒരു വാഗ്ദത്തത്തിന്റെ പുറത്താണ്. ക്രിസ്തുവിന്റെ മശിഹായെ കാണാതെ നീ മരിച്ചു പോകത്തില്ല. എത്ര കൃത്യമായിട്ട് ശിമയോന് മനസ്സിലായി, ഇതാണ് മശിഹ. ഇനി എന്നെ സ്വസ്ഥതയോടെ പറഞ്ഞേക്കണോന്ന് പറയുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചേ, നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നീ കാണേണ്ടത് നീ കാണും,
നീ കൈകളിൽ ഏന്തേണ്ടത് നീ കൈകളിൽ ഏന്തും. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവൃത്തിയാകാതെ നിന്റെ ആയുസ് തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 12ാമത്തെ വയസ്സിൽ പെസഹായ്ക്ക് ആലയത്തിൽ വെച്ച് കാണാതാവുന്നു. അവിടെ വെച്ചും ഈ ബാലൻ ഒരു അത്ഭുത ബാലനാണെന്ന് ആളുകൾക്ക് തോന്നി. അവന്റെ ചോദ്യത്തിങ്കിൽ ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ എഴുതിയിരിക്കുക. അത് കഴിഞ്ഞ് ശുശ്രൂഷ ആരംഭിച്ച പല സമയങ്ങളിൽ കർത്താവ് ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനുള്ള സമയം? അത്ഭുതം ചെയ്യാനുള്ള സമയം എന്നുള്ളത് മാത്രമല്ല, വെളിപ്പെടുത്താനുള്ള സമയം. വെളിപ്പെടുത്താൻ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴല്ല യേശു കർത്താവ് ഈ അത്ഭുതം ലഭിച്ച ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ആരോടും പറയരുത്, ആരോടും പറയരുത്. കാരണം പബ്ലിസിറ്റി അല്ല യേശുവിന് വിഷയം, എന്നെ 4 ആൾ അറിയുന്നതല്ല വിഷയം. ഞാൻ വന്ന ഒരു മിഷന് വേണ്ടിയാ. എന്നെ ദൈവം അയച്ചത് ഇന്നലെ ഉണ്ടാക്കിയ ഒരു പ്ലാൻ അല്ല, ഏതിനും മുൻപ് ദൈവം വിഭാവനം ചെയ്തൊരു പ്ലാനിന്റെ പൂർത്തീകരണത്തിനാണ് ഞാനിപ്പോ വന്നത്. കാലസമ്പൂർണതയിൽ യേശു മനുഷ്യനായി ജനിച്ചു, അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഇൻ ദ പെർഫെക്റ്റ് ടൈം. പ്രൈസ് ദി ലോർഡ്. പെർഫെക്റ്റ് ടൈം. അപ്പൊ അതുവരേക്കും ഇതിന്റെ ബ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം പെസഹ ആചരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഇപ്പം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആ സമയത്ത് പെസഹ ആചരിക്കുന്നത് ഈ പറയുന്ന നീസാൻ മാസത്തിൽ 14-ാം തീയതി വരുമ്പം അന്ന് രാത്രിയിലാണ് ഈ കുഞ്ഞാടിനെ, 1 വയസ്സായ ഊനമില്ലാത്ത കുഞ്ഞാടിനെ കൊണ്ടുപോയി പുരോഹിതൻ്റെ കൈ കൊടുക്കും. പുരോഹിതൻ അതിനെ എക്സാമിനൊക്കെ ചെയ്യും. എന്നിട്ട് പെസഹായുടെ അന്ന് വരുമ്പം, പെസഹായുടെ അന്ന് രാവിലെ 9 മണി സമയം, ഇവിടുത്തെ 9 മണി, നമ്മൾ IST ടൈം പറയും 9 മണി, യഹൂദൻ്റെ സമയം പറഞ്ഞാൽ 3-ാം മണി നേരം. 3-ാം മണി നേരത്താണ് ഈ കുഞ്ഞാടിനെ, അറുക്കപ്പെടേണ്ടുന്ന കുഞ്ഞാടിനെ എക്സാമിനൊക്കെ ചെയ്തതിന് ശേഷം ആലയത്തിൽ കെട്ടിയിടും. 3-ാം മണി നേരം രാവിലെ 9 മണിക്ക്. ഇത് ചെയ്തു വരുന്നത് ഈ വിടുതലിനെ ഓർക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു വീണ്ടെടുപ്പ് ഉണ്ടെന്നുള്ളത് അവർ പ്രത്യാശയോടെ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? ഈ കുഞ്ഞാടിനെ അറക്കുമ്പം ഇവർ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു വീണ്ടെടുപ്പുകാരൻ വരും, ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി. ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ രക്തത്താൽ ഒരു വീണ്ടെടുപ്പ് വീണ്ടും സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ പ്രത്യാശയോടെ ഇവർ ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാ വർഷവും ചെയ്തു വരുന്നുമുണ്ട്. എബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എല്ലാ വർഷത്തിലും രക്തം അർപ്പിച്ചിട്ടും പാപം മാറാതെ അവരുടെ മനസ്സാക്ഷിയിൽ പാപം കിടക്കുക. പഴയ നിയമത്തിൽ മിസ്രൈമിൽ നിന്നുള്ള ഒരു വിടുതൽ മാത്രമാണ് നിഴലെങ്കിൽ, പുതിയ നിയമത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിശാച് ചതിച്ച് അവന്റെ അടിമത്തത്തിൽ വെച്ച ഒരു കൂട്ടം. പിശാച് നമ്മളെ അവന്റെ അടിമത്തത്തിൽ വെച്ചപ്പം നമ്മുടെ അകത്താ ശരിക്കും ഈ ബന്ധനങ്ങളും ഈ പാപവും കറയും അഴുക്കും കുഷ്ഠവും എല്ലാം ഉണ്ടായത് നമ്മുടെ അകത്താ. പഴയ നിയമത്തിൽ കേവലം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ഈ മനസാക്ഷിക്കാ പരിശുദ്ധാത്മാവ് പുതുക്കം തരുന്നത്. പിശാചിന്റെ അടിമത്തം പൊളിച്ച് നമ്മെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയിട്ട് ദൈവത്തിന്റെ ഹൃദയം നമുക്ക് തരുക. ഇതെങ്ങനെ സംഭവിക്കുന്നത്? പുത്രന്റെ രക്തത്താലേ സംഭവിക്കത്തുള്ളൂ. യേശുവിന്റെ രക്തം, അറുക്കപ്പെടുന്ന പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ശുദ്ധീകരിച്ചാണ് നമ്മെ അവൻ്റെതാക്കി മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇസ്രായേല് വർഷാവർഷം പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിന് മാറ്റം ഒന്നും വരുന്നില്ല. ഒരു മാറ്റവും വരുത്താൻ കഴിയാത്ത യാഗങ്ങൾ വീണ്ടും 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 ആചരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം കല്ലായിപ്പോയി. അവർക്ക് മാറ്റമില്ല, അവരുടെ പ്രത്യാശയൊന്നുമില്ല. അവരിതൊരു ചടങ്ങായി മാത്രം നടത്തുക. പക്ഷെ അതിൻ്റെ മറുവശത്ത് ദൈവം അയച്ച പുത്രനെ ഈ പെസഹായ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അന്ത്യത്താഴം ഇവർ ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് കൂടുന്നത് പെസഹയാണ് കഴിക്കുന്നത് അല്ലേ? പെസഹയ്ക്ക് തലേന്നുള്ള രാത്രിയിലാണ് ഈ അപ്പം, പുളിപ്പില്ലാത്ത അപ്പമൊക്കെ ഇവർ കഴിക്കുന്നതും. അന്ന് ഇവരോട് യേശു കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ കഷ്ടാനുഭവത്തിന് മുൻപായി നിങ്ങളോട് ഒരുമിച്ച് ഈ പെസഹ കഴിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി വാഞ്ചിച്ചു. ഇനി സ്വർഗത്തിൽ ഇത് നിവൃത്തിയാകുവോളം ഞാൻ ഈ പാനപാത്രം കുടിക്കത്തില്ല എന്ന് പറഞ്ഞാണ് ഈ ബ്രെഡ് എടുത്തിട്ട് പറയുന്നത്, ഇതെൻ്റെ ശരീരം.
ഇത് പുതിയ ഉടമ്പടിയാ. രക്തം എടുത്തിട്ട് പറയും ഇതെൻ്റെ രക്തം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാ? യേശു കർത്താവ് പറയുക, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്ന ആളല്ല, ഞാൻ അതിനെ നിവർത്തിക്കാൻ വന്ന ആളാണ്. നോട്ട് ടു അബോളിഷ് ബട്ട് ടു ഫുൾഫിൽ എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു വിലയില്ലാത്തതാക്കാനല്ല, ഇതിന് പൂർണ്ണത വരുത്താൻ വേണ്ടി വന്ന ആളാണ് യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അന്ത്യത്താഴം കഴിഞ്ഞ് ഇവരോടുള്ള ഫെയർവെൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ പാട്ടുപാടി കിദ്രോൻ തോട് കടന്ന് ഈ ഒലിവ് മലയിലേക്ക് പോവുക, ഗത്സമനയിലേക്ക് പോവുക. അവിടെ വെച്ച യേശുവിനെ പിടിക്കുന്നത്. ഇതെല്ലാം പാതിരാത്രിയാണ് സംഭവിക്കുന്നത്. അടുത്ത ദിവസമാണ് പെസഹ. പാതിരാത്രി സംഭവിച്ചു. അന്ന് തന്നെ രാത്രി കോടതി കൂടി ഇവരെ യേശുവിനെ ആദ്യം ഈ പുരോഹിതന്മാരും പരീശന്മാരും ന്യായശാസ്ത്രിമാരും കൂടി അവരെല്ലാം യേശുവിനെ ന്യായവിസ്താരം നടത്തി. നീ രാജാവാണോ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചു. യേശു വായാൽ പറഞ്ഞു ഞാൻ ദൈവപുത്രനാണെന്ന്. ഇനി വേറെ തെളിവെന്ത് വേണോന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി പീലാത്തോസിന്റെ അടുക്ക കൊടുത്തു. പീലാത്തോസിന്റെ അടുക്ക കൊടുത്തപ്പോഴാണ് ഇത് ഗലീലക്കാരനാണെന്ന് മനസ്സിലായത്. അപ്പം നേരെ ജൂറിസ്ഡിക്ഷൻ ഹെരോദാവിന്റെ കയ്യിലാണെന്ന് മനസ്സിലായി. ഹെരോദാവിന്റെ കൈ കൊണ്ട് കൊടുത്തു. ഇങ്ങനെ ഒരു ട്രയൽ എല്ലാം ഈ പാതിരാത്രി ഓടിച്ചിട്ട് നടത്തി. അടുത്ത ദിവസം വെളുപ്പാങ്കാലം ആയപ്പോഴേ ഈ ട്രയലെല്ലാം കഴിയുന്നത്. ട്രയലെല്ലാം കഴിഞ്ഞ് ഫൈനലി ബറാബാസിനെ വിട്ടുതരണം, യേശുവിനെ ക്രൂശിക്കണമെന്ന് ഒരു ജനത നിലവിളിച്ച് യേശുവിനെ ക്രൂശിക്കാൻ ഗോൽഗോഥയിൽ കൊണ്ടുപോകുന്ന സമയം രാവിലെ 9 മണി, 3 മണി നേരം. ഈ സമയം യെരൂശലേം ദേവാലയത്തിനകത്ത് വർഷങ്ങളായി നടന്നു വരുന്ന പെസഹയ്ക്കുള്ള കുഞ്ഞാടിനെ അറുക്കാൻ വേണ്ടി അവിടെ കെട്ടിയിട്ട സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിഴൽ അവിടെ സംഭവിക്കുമ്പോൾ തന്നെ അവർ പോലും അറിയാതെ ദൈവം ഒരു വലിയ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ അവര് തള്ളിക്കളഞ്ഞ മശിഹായിലൂടെ കാൽവരി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. 3 മണി നേരം രാവിലെ 9 മണിക്ക് അവർ യേശുവിനെ ക്രൂശിൽ തറച്ചു. ഹല്ലേലൂയ. പ്രാണം പോയിട്ടില്ല, ക്രൂശി കിടക്കുക. എത്ര നേരം കിടന്നു യേശു? 6 മണിക്കൂർ കിടന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കൈവെള്ളയിലല്ല ആണിയടിച്ച്, ഇവിടെ റിസ്റ്റിൽ ആണിയടിച്ച്. ഈ 2 ആണിയെ തൂങ്ങി ഒരു മനുഷ്യൻ 6 മണിക്കൂർ കിടക്കുക. രാവിലെ 9 മണിക്ക് യേശുവിനെ നെയിൽ ചെയ്ത അതേ സമയം ആലയത്തിൽ പെസഹ കുഞ്ഞാടിനെ കെട്ടിയിട്ട സമയമാണ്. അടുത്ത നമ്മൾ വായിക്കുന്ന 6 മണി നേരമായപ്പം, അതായത് നട്ടുച്ച 12 മണി സമയമായപ്പം ദേശത്തൊരു വലിയ ഇരുട്ടുണ്ടായി. അത് 3 മണിക്കൂർ നേരം നിന്നു, 9 മണി നേരം വരെ. അതായത് വൈകിട്ട് 3 മണി വരെ. അപ്പോൾ 9 മണിക്ക് ക്രൂശിച്ചു. 12 മണി നട്ടുച്ചയായപ്പം ദേശത്തെല്ലാം വലിയൊരു ഇരുട്ടുണ്ടായി. 3 മണി സമയമായപ്പം, അതാണ് യഹൂദൻ്റെ ഈ റിച്വൽ അനുസരിച്ച് പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ട സമയം. ഇതിനിടയിൽ യേശു കർത്താവ് ക്രൂശിലെ മൊഴികളെ വിളിച്ചു പറയുന്നുണ്ട്. ഈ ക്രൂശിലെ മൊഴികളെല്ലാം വിളിച്ചു പറഞ്ഞ് ഫൈനലി വരുമ്പം യോഹന്നാൻ 19 അധ്യായത്തിൻ്റെ 28, 29, 30 വാക്യങ്ങളിലേക്ക് വരുമ്പം അവസാനം പറയുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് 19:30 പറയുവാണ്, അത് 9 മണി നേരത്താണ് പറയുന്നത്. അതായത് ഉച്ച കഴിഞ്ഞ 3 മണി സമയം യേശു 6 മണിക്കൂറായി ക്രൂശിൽ തൂങ്ങിക്കിടന്ന് സകല മനുഷ്യൻ്റെയും പാപത്തിനു വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേലായി. അതിന് മുന്നേ എല്ലാം വായിച്ചാൽ ഈ യേശുവിന് ഇത്രയും പീഡിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആരെയും കൊന്നിട്ടില്ല, ആരുടെയും മോഷ്ടിച്ചിട്ടില്ല, ഒരു ദേശദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല, ഒരു കുറ്റവും തെളിയിക്കപ്പെടാൻ പറ്റാതിരുന്നിട്ടും യേശുവിനെ അവർ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ച് അവന് കൊടുത്ത ശിക്ഷ കേവലം ക്രൂശുമരണമല്ല, ഒന്നുകുറെ 40 അടി യേശുവിനെ അടിച്ച് പുറം പൊളിച്ചു. ശരിക്കും പ്രൈസ് ദി ലോർഡ്. യഹൂദന്റെ പാരമ്പര്യത്തിൽ പെസഹ കുഞ്ഞാടിനെ ഒരസ്ഥി പോലും ഒടിയാൻ പാടില്ല, പക്ഷെ അതിനെ അറുത്ത് ചോര എടുത്തിട്ട് അതിൻ്റെ തോലുരിക്കണം. തോലുരിച്ചിട്ട് വേണം അതിനെ യാഗം കഴിക്കാൻ. ഇതേ സംഭവമാണ് ക്രൂശിൽ സംഭവിക്കുന്നത്. ഗബദയുടെ കൽത്തളത്തിൽ വെച്ച് യേശുവിനെ ഒന്നുകുറിയ 40 അടി അടിച്ചപ്പം അവന്റെ പുറം മുഴുവൻ ഉഴവുചാലു പോലെ പൊളിഞ്ഞു.
തോലുരിഞ്ഞ ഒരു കുഞ്ഞാടിനെ നിർത്തിയതുപോലെ അവൻ രക്തത്തിൽ കുളിച്ച് നിന്നിട്ടാ ക്രൂശ് ചുമന്ന് കാൽവരിയിൽ പോകുന്നത്. എങ്ങനെ ഒരു പെസഹ കുഞ്ഞാടിനെ ദൈവം നിഴലായി അവർക്ക് വേണ്ടി ചെയ്തോ അതിന്റെ പൊരുളിപ്പം അവരുടെ കണ്ണിന്റെ മുമ്പിൽ നടക്കുക. പക്ഷെ ആ ജനം തിരിച്ചറിഞ്ഞില്ല ആ കാര്യങ്ങൾ. അവർക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയി. ഇന്ന് പകരം നമ്മൾ തിരിച്ചറിയണം, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളുടെ ആഴം നമ്മുടെ പാപത്തേക്കാൾ വലുതാണ്. ഒരു ആയുസ് മുഴുവൻ നമ്മെ നിത്യതയിൽ അടുപ്പിച്ച് കർത്താവിനോടുള്ള ശരിയായ ബന്ധത്തിൽ കയറ്റി നിർത്താൻ സകല ജനത്തിന്റെ പാപം വഹിച്ച് അവൻ അനുഭവിച്ച കഷ്ടതയെ ഓർക്കുമ്പോൾ അവിടെ നമ്മുടെ ആരാധന, നമ്മുടെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ക്രൂശിക്കപ്പെടാൻ കൊണ്ടുവച്ച് അവൻ അന്യായമായി ഈ കഷ്ടം അനുഭവിച്ച് 6 മണിക്കൂർ ക്രൂശിൽ കിടന്ന് 3 മണി സമയമായപ്പം വിളിച്ചു പറഞ്ഞൊരു വാക്കാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവർത്തിയായി. ആ സമയം പെസഹ കുഞ്ഞാടിനെ യെരൂശലേം ദേവാലയത്തിൽ അറുത്തു 3 മണിക്ക്. ഇനി അടുത്ത് പുരോഹിതൻ ചെയ്യേണ്ട കാര്യം ഈ അറുത്ത കുഞ്ഞാടിന്റെ രക്തമെടുത്ത് അകത്ത് ചെന്ന് അത് ഈ കൃപാസനത്തിൽ ഒഴിക്കണം, യാഗപീഠത്തിൽ ഒഴിച്ച് ഇത് അകത്ത് കൊണ്ട് ചെല്ലണം. പക്ഷെ ആ സമയത്ത് 9 മണി നേരം, അതായത് 3 മണി, ഉച്ച കഴിഞ്ഞ 3 മണി സമയം യേശു ഇത് നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞ്, പിതാവേ എൻ്റെ പ്രാണനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തോളിൽ തല ചായച്ച് പ്രാണനെ വെടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ സമയം സംഭവിച്ച അത്ഭുതമാണ് യെരൂശലേം ദേവാലയത്തിലെ തിരശീല വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർപിരിക്കുന്ന തിരശീല നടുവേ കീറിപ്പോയി. അത് മേൽതൊട്ട് അടിവരെ കീറി. ഒരു മനുഷ്യനും അതിൻ്റെ മേലെ പിടിച്ച് കീറാൻ പറ്റത്തില്ല. ദൈവം അതിനെ കീറിയപ്പോൾ സംഭവിച്ചെന്താ അറിയാമോ? ഈ രക്തം കൊണ്ടുപോയി അകത്തെ കൃപാസനത്തിൽ ഒഴിക്കണ്ടേ? അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. കാരണം അത് ഇരമ്യാവിൻ്റെ കാലത്ത് ഈ ഇൻവേഷൻ ഉണ്ടായപ്പം, വേറെ ശത്രുരാജ്യം വന്നപ്പം അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അന്ന് അവരതിനെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു ഗുഹയ്ക്കകത്ത്. അന്ന് തൊട്ട് പിന്നെ ആലയത്തിനകത്ത് ഈ പെട്ടകവും ഇല്ല. രക്തം കൊണ്ടുപോയി ഒഴിക്കുന്നു എന്ന് പുരോഹിതൻ ചുമ്മാ കാണിക്കുമ്പോഴും പുറത്ത് നിൽക്കുന്ന ജനം വിചാരിക്കുന്ന പാപത്തിന് പരിഹാരം വന്നെന്നാ. പക്ഷെ പാപത്തിന് പരിഹാരം വരുന്നില്ല, കാരണം പെട്ടകവും ഇല്ല. എവിടെ കൊണ്ടൊഴിക്കും ഈ സാധനം? ഒഴിക്കാൻ ഒരു സാധനമില്ല. അന്ന് ഇസ്രായേലിന്റെ മുമ്പിൽ ദൈവം ഇത് കീറിയിട്ട് വെളിപ്പെടുത്തി, ഇതുവരെ ചെയ്തതല്ല യാഗം, നിങ്ങൾ തള്ളിക്കളഞ്ഞ് കാൽവരിയിൽ ഞാൻ ചെയ്തതാണ് പരമയാഗം. പ്രൈസ് ദി ലോർഡ്. എന്തോ പെർഫെക്റ്റ് ആയിട്ടാ ദൈവം അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. കാലങ്ങളായുള്ള അന്ധതയെ കീറിക്കളഞ്ഞിട്ട് ജനത്തോട് വിളിച്ചു പറഞ്ഞു, യഥാർത്ഥ രക്ഷ ഇവരെ വിശ്വസിച്ചാലേ ഉള്ളൂ. നിങ്ങളുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിച്ചാൽ ആ രക്തം മിസ്രൈമിൽ അത് കട്ടളക്കാലിലും കുറുമ്പടിയിലുമാണ് തളിച്ചതെങ്കിൽ, പുതിയ നിയമത്തിൽ അവനെ വിശ്വസിക്കുന്നവന്റെ മേൽ ഈ രക്തം തളിക്കപ്പെടുക. അവനെ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ ഈ രക്തം തളിക്കപ്പെടുക. മിസ്രൈമിൽ തളിച്ച രക്തം സംഹാരകൻ തൊടാതെ മാറിപ്പോയെങ്കിൽ, ഇസ്രായേലേ, പുതിയ നിയമ ഇസ്രായേലേ, നിന്റെ ഹൃദയത്തിൽ തളിച്ച രക്തം നിന്റെ സ്റ്റാറ്റസിനെ മാറ്റുന്നതാ. എന്നെ നിങ്ങളും ദൈവവൈതലാക്കി തീർത്തത് ഈ രക്തമാണ്. എന്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടായിരുന്ന പൈശാചിക ആധിപത്യങ്ങളെ തകർത്ത് വില കൊടുത്ത് വീണ്ടെടുത്തത് ഈ രക്തം കൊടുത്ത. ഈ രക്തത്തിന്റെ വിലയാ നമ്മൾ വിശ്വസിക്കേണ്ട. യേശുവിന്റെ രക്തം എന്ന് നമ്മൾ പറയുമ്പം അതിന്റെ വില എന്റെ വീണ്ടെടുപ്പിന്റെ വിലയാ. പ്രൈസ് ദി ലോർഡ്. അയ്യോ, വിശ്വസിക്കണം, തിരിച്ചറിയണം, എന്തോ വലിയ പ്രവൃത്തിയാണ് ദൈവം ചെയ്ത്. ആ ടൈമിങ് പോലും എന്നെ കറക്റ്റായിട്ടാണ് കർത്താവ് ചെയ്ത്. കറക്റ്റ് ആ പെസഹ കുഞ്ഞാടിനെ കെട്ടിയിട്ട സമയത്ത് അവൻ ക്രൂശിക്കപ്പെട്ടു. കറക്റ്റ് അതിനെ അറുക്കുന്ന സമയത്ത് അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ പുത്രൻ ആത്മാവിനെ ഏൽപ്പിച്ച് പ്രാണനെ വിടിഞ്ഞു. ആ കൃത്യസമയത്ത് തിരശീല കീറി. ഇതിന് ചരിത്രം പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഇരമ്യാവിൻ്റെ കാലത്ത് പടയോട്ടം ഉണ്ടായപ്പം
ഈ പെട്ടകം പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുപോയി ഇതിനെ ഗുഹകളിൽ മൂടി അടച്ചു വെച്ചു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പം ഇതെവിടാ ഈ ഗുഹ എന്ന് പോലും അവർക്ക് മനസ്സിലാകാതെ പോയി. പക്ഷെ ചരിത്രം പറയുന്നത് യേശുവിനെ ക്രൂശിച്ച ആ ഗോൽഗോത്ത മലയുടെ നേരെ അടിവശത്തായിരുന്നു ഈ കൊണ്ടുവച്ച ഗുഹ ഇരിക്കുന്നത്. അത് നിങ്ങൾ ചുമ്മാ യൂട്യൂബിൽ കയറി തപ്പിയാൽ മതി. റോൺ വയറ്റ് എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റിൻ്റെ ഫൈൻഡിങ്സിനകത്തുണ്ട് ഈ സംഭവം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കണം. ഈ സമയത്ത് 9-ാം മണി നേരത്ത് ഇത് പറഞ്ഞ് തല ചായച്ച് പ്രാണനെ വെടിഞ്ഞപ്പം അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായെന്ന് എഴുതിയിട്ടുണ്ട്. കല്ലറകളെല്ലാം തുറന്നു. ഈ ഭൂകമ്പത്തിൽ സംഭവിച്ചൊരു അത്ഭുതം, ഈ ക്രൂശ് നാട്ടിയ കുഴിക്കടിയിൽ ഒരു വിള്ളൽ വീണു. യേശുവിൻ്റെ രക്തം, അവസാന തുള്ളി രക്തം വരെ ഈ ക്രൂശ് വഴി ഒഴുകി ചെന്ന് ഈ വിള്ളലിലൂടെ ഇതിൻ്റെ അടിയിലെ ഗുഹയിൽ ഒളിപ്പിച്ച പെട്ടകത്തിൻ്റെ പുറത്ത് വീണു. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ പറയുന്ന കഥകളൊന്നുമല്ല, ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഉള്ളതാ. എന്ന് വെച്ചാൽ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അത് പെട്ടകത്തെ കൊണ്ടുവന്ന് ഒഴിച്ചെങ്കിലേ ഇതിന് പൂർണ്ണത വരത്തുള്ളൂ. പക്ഷെ അതൊരു 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയുടെ രക്തമല്ല, അത് യേശുവിൻ്റെ രക്തം വേണം. യഥാർത്ഥ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോ ആ രക്തം ഈ ഭൂമി കുലുങ്ങി ഇതിന്റെ ഇടയിലൂടെ വന്ന് ഈ പെട്ടകത്തിന്റെ മേൽ വീണ് ഈ യാഗം പൂർണ്ണമായി. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതം എത്ര വലുതാ. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. പെട്ടകത്തിന്റെ മേലെ വീണത് നമ്മൾ കണ്ടോ? ആരും കണ്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് കണ്ടെത്തുന്നത് പോലും. പക്ഷെ അത് വിശ്വസിക്കാൻ തയ്യാറായപ്പോഴാ നമുക്കിത് വിടുതലായിട്ട് മാറിയത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, ഒരു വർത്തമാനമാണ് വിശ്വസിച്ചത്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം കനാൻ ഒറ്റ നോക്കിയിട്ട് വന്നപ്പം അവര് 25 ലക്ഷം വരുന്ന ആൾക്കാരൊന്നും കണ്ടില്ല, 12 പേരെ കണ്ടുള്ളൂ. ആ 10 പേരുടെ വാക്കിനെ വിശ്വസിച്ചവര് തിരിഞ്ഞു പോയപ്പോ 2 പേര് ആ കണ്ടതിനെ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മളും വിശ്വസിച്ചിട്ടാ അവൻ്റെ മക്കളായത്, അവൻ്റെ അവകാശികളായത്. ഇന്ന് പകൽ വേറെന്താ ഭയപ്പെടുത്തുന്ന കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ടത്? വേറെന്താ നമ്മളെ തോൽപ്പിക്കുന്ന ഒരു ചിന്ത നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ടത്? എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട്, ഇത്ര നന്നായിട്ട് അന്നേ കാര്യങ്ങളെ ചെയ്തെങ്കിൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, അവൻ്റെ ജീവനിൽ പ്രവേശിച്ചതിന് ശേഷം എത്രയധികമായി നാം രക്ഷിക്കപ്പെടും. നമുക്ക് തന്നിരിക്കുന്ന കൃപ എത്ര വലുതാ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാ. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നത് എന്നെ കുറ്റം പറയാൻ വേണ്ടിയല്ല. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നത് അവൻ്റെ വഴിയിൽ നടത്താൻ വേണ്ടിയാ. സകല സത്യത്തിലും വഴി നടത്താനാ പരിശുദ്ധാത്മാവ്. അവനോട് ചേർന്ന് നടന്നാൽ, അവൻ പറയുന്നത് കേട്ട് അത് വിശ്വസിച്ചാലേ എനിക്ക് ജീവൻ. അതല്ലാതെ നമ്മുടെ കണ്ണിന് കാണുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ, അനാഖ്യ മല്ലന്മാരെയും അവിടുത്തെ വലിയ പ്രതിസന്ധിയും എൻ്റെ മുന്നിൽ നിൽക്കുന്ന വെല്ലുവിളി എല്ലാം കണ്ടുകൊണ്ടിരുന്നാൽ അതൊരിക്കലും വിടുതലായി മാറത്തില്ല. പക്ഷെ അതിൻ്റെ നടുവിൽ എന്നെ വീണ്ടെടുക്കാൻ യേശു ചെയ്ത പ്രവൃത്തി എത്ര വലുതാണെന്നോർത്ത് അവനെ വിശ്വസിച്ചാൽ അവൻ നമ്മെ സ്വസ്ഥതയുടെ തീരത്തടുപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിലും നിന്റെ സ്വസ്ഥത ഇരിക്കുന്നത് നിന്റെ വിശ്വാസത്തിനകത്താണ്. അതൊരു വേറൊരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്കകത്തല്ല, അത് നീ വിശ്വസിക്കുന്നതിനകത്താണ് നിന്റെ വിടുതൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനം പറഞ്ഞു, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ എന്നോട് തന്നെ എനിക്ക് തോന്നിയ കാര്യം, ഞാൻ എത്രയോ ദൂതുകൾ കേട്ടിട്ടുണ്ട്. ആ ദൂതുകളെല്ലാം ഇന്ന് ഞാൻ കാണുന്ന എൻ്റെ റിയാലിറ്റികളെക്കാൾ ഉയർന്ന ദൂതുകളാണ് കേട്ടിട്ടുള്ളത്. ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു റലത്തേക്കാൾ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുമാണ് ദൈവം ദൂത് പറഞ്ഞത്. ഞാൻ പലപ്പോഴും അത് ഓർക്കാറൊന്നുമില്ലായിരുന്നു. അവിശ്വസിക്കുന്നില്ല, പക്ഷെ ഓർക്കാറുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസത്തിൽ ദൈവാത്മാവ് എന്നോടും പറഞ്ഞു, നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയണം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയണം. ഹല്ലേലൂയ. കണ്ണിന് മുമ്പിൽ കാണുന്ന അനാഖ്യ മല്ലന്മാരെയാണ് യോശുവയും കാലേബും കണ്ടു. അവരുടെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല, അവരും അത് കണ്ടു. പക്ഷെ അവർ പറഞ്ഞത് അതല്ല, അവർ പറഞ്ഞത് ദൈവം കാണിച്ചതിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. നമ്മുടെ ലൈഫിന്റെ മുമ്പിൽ കാണുന്ന വെല്ലുവിളികളെ അല്ല നീ വിശ്വസിക്കേണ്ടത് നിന്നോട് വാഗ്ദത്തം പറഞ്ഞവനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ വിശ്വസിക്കേണ്ടുന്നത് എന്നോട് വാഗ്ദത്തം പറഞ്ഞവന്റെ വാക്കിനെയാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ഇതിനെല്ലാം ആധാരമാണ് യേശുവിന്റെ രക്തം. ആർക്കാ വിശ്വസിക്കാൻ പറ്റുന്നേ? ഒരു പുതിയ ഹൃദയമില്ലാത്തവന് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തം, ഒരു പാപം പോലും ചെയ്യാത്ത, ഒരകൃത്യം പോലും ചെയ്യാത്ത, ഒരു ദോഷവും ചെയ്യാത്ത നിർദോഷിയായ യേശുവിന്റെ രക്തം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ തളിച്ച് നമ്മുടെ ഹൃദയത്തെ കഴുകി ഒരു മാനസാന്തരത്തെ തന്നു യേശു. ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന ഏറ്റവും വലിയ സമാധാനം എൻ്റെ മുൻപിൽ വെല്ലുവിളി മാറുന്നതല്ല. ഏറ്റവും വലിയ സമാധാനം എനിക്ക് തന്ന പുതിയ ഹൃദയമാണ്. ആ പുതിയ ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ, ദൈവത്തെ അനുസരിക്കാൻ കഴിയത്തുള്ളൂ. ദൈവവചനത്തെ അനുസരിച്ച് നടക്കാൻ കഴിയണമെങ്കിൽ അതിന് പുതിയ ഹൃദയം വേണം. അതുകൊണ്ടാണ് ഇത് വീണ്ടും മടങ്ങി പഴയതിലേക്ക് പോകരുതെന്ന് പറയുന്നത്. തളിക്കപ്പെട്ടതാ ശുദ്ധരക്തം. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഒരിക്കലേ യാഗം നടന്നുള്ളൂ. ഇസ്രായേലുകാർക്ക് വർഷാവർഷം യാഗം നടന്നു, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിന്റെ സകലത്തിന്റെയും പൂർണ്ണത ഒരു യാഗത്തിലൂടെ വരുത്തി. ആ ഒറ്റ യാഗം മതി സകല മനുഷ്യന്റെ പാപം എന്നേക്കും തീർക്കാൻ. ഇനി ഒരു യാഗം നടക്കാനില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാതെ ഞാൻ പഴയതിലേക്ക് തിരിഞ്ഞാൽ എന്നെ ശുദ്ധീകരിച്ച വിശുദ്ധ രക്തത്തെ ഞാൻ മലിനമെന്ന് പറഞ്ഞ് ചവിട്ടിക്കളയുന്നെന്ന വചനം പറയുന്നത്. അപ്പൊ ഒരിക്കലായിട്ട് രക്തം എന്നെ നീതീകരിച്ചു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ അവന്റെ വചനമാകുന്ന ജലസ്നാനത്താൽ എന്നെ അവൻ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നീതീകരിക്കപ്പെട്ടവനെ നീതീകരിച്ചത് അവന്റെ രക്തത്താലാണെങ്കിൽ വിശുദ്ധീകരിക്കുന്ന അവന്റെ വചനത്താലാ. പ്രൈസ് ദി ലോർഡ്. വചനത്താലും ആത്മാവിനാലുമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം വചനം വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആത്മാവ് അതിനോട് ചേർന്ന് നിൽക്കത്തുള്ളൂ. വചനത്തിനനുസരിച്ച് ജീവിച്ചാൽ ആത്മാവ് അതിനോട് ചേർന്ന് നമ്മളെ സഹായിക്കും. നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞാൽ, എൻ്റെ പാപത്തിൽ തുടർന്നാൽ, മാനസാന്തരമില്ലാത്ത എൻ്റെ ജഡത്തിന്റെ പ്രവൃത്തിയിൽ തുടർന്നാൽ ആത്മാവിന് എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. ആത്മാവ് എനിക്ക് തുണ നിൽക്കത്തില്ല. ആത്മാവിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. അതിനെ ഒന്നും ദൈവ സാന്നിധ്യത്തിൽ പോലും എത്തത്തില്ല. എന്നാൽ മാനസാന്തരത്തിന് ഇടകൊടുത്ത് വചനത്തിന് മുൻപിൽ ഏൽപ്പിച്ച് കഴുകപ്പെടാൻ തയ്യാറായി അനുസരണത്തിലേക്ക് മടങ്ങി വന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കൂടെ നിന്ന് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. നീതീകരണം സംഭവിച്ചു. ഇപ്പൊ വിശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുക. അവന്റെ ഹൃദയത്തോട് അനുരൂപരാകാൻ വേണ്ടി അവന്റെ ആത്മാവും അവന്റെ വചനവും നമ്മെ പണിതുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് വിശ്വാസം ആവശ്യം. വിശ്വാസം ഇവിടെ ആവശ്യം. അവൻ പറഞ്ഞതിനെ വിശ്വസിക്കണം. എന്നെ കണ്ണാലെ കാണുന്നത് ആപത്താണ്, അനർത്ഥമാണ്, വെല്ലുവിളിയാണ്, ശത്രുവാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് കാഴ്ചയല്ല, എന്റെ വിശ്വാസത്താൽ ഞാൻ ജീവിക്കും. അവനെ ബൈബിൾ വിളിക്കുന്നത് അവൻ നീതിമാനാണ്. അവൻ നീതിമാനാണ്. യേശുവിനെ ഒരു തച്ചന്റെ മകനായിട്ടേ കണ്ടുള്ളൂ. യേശു ഒരു പുതിയ ഉപദേശം പറയുന്നവനായിട്ട് കണ്ടത്. യേശു ജനത്തെ കളക്കിക്കളയുന്നവനെന്ന് അവർ പറഞ്ഞത്. യേശു യഹൂദന്റെ രാജാവെന്ന് തന്നെ പറയുന്നു എന്ന് അവര് പറഞ്ഞത്. അവർക്ക് യേശുവിനെ ഒരു പെസഹ കുഞ്ഞാടായിട്ട് കാണാൻ പറ്റിയില്ല. അവർക്ക് യേശു ജനത്തിന്റെ പാപത്തെ മോചിക്കുന്ന വീണ്ടെടുപ്പുകാരനായിട്ട് കാണാനും പറ്റിയില്ല. അവരവനെ തള്ളി, കൊല്ലാനേൽപ്പിച്ചു, ക്രൂശിച്ചു, മൃഗീയമായി അടിച്ചു തകർക്കുമ്പോഴും അവർ ആർത്തു വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കാന്ന്. ഒന്നുകുറെ 40 അടിയടിച്ച് അവൻ തകർന്ന് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവനെ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴും ജനം അവനെ കൊല്ലാൻ ആക്രോശിച്ചു പറഞ്ഞതിന്റെ കാരണം അവർക്ക് അവനിൽ ഒരു രക്ഷകനെ കാണാൻ കഴിഞ്ഞില്ല. എന്താ നമ്മുടെ രക്ഷയ്ക്കാധാരം? ഈ തകർക്കപ്പെട്ടവനാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചതല്ലേ നമ്മുടെ രക്ഷയ്ക്കാധാരമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ രാജാവായിട്ടല്ല, അവൻ തകർക്കപ്പെട്ടവനായി ക്രൂശിൽ നിന്ന പാത്രമായി തീർന്നതിനെ നമ്മൾ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇത് യവനന്മാർക്ക് അടയാളം തേടുക, യഹൂദൻ അടയാളവും യവനൻ ജ്ഞാനവും തേടുക. പക്ഷെ ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമാണ്. അവനെ അല്ലാതെ ഒരടയാളം, ഒരു ജ്ഞാനം ലോകത്തിന് തരാനില്ല. ഇന്നിന്റെ കാലത്ത് പറഞ്ഞാൽ
വലിയ അറിവും വലിയ ലോജിക്കും തപ്പുന്ന ലോകത്തോട് ദൈവത്തിന് പറയാനുള്ള ദൈവത്തിന്റെ മഹാജ്ഞാനം ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പെർഫെക്റ്റ് വിസ്ഡം ക്രിസ്തുവാണ്. ഒരു മനുഷ്യന്, അറിവുള്ളവന്, പണ്ഡിതന് കണക്ക് കൂട്ടി എടുക്കാൻ പറ്റാതിരുന്നപ്പോഴും ദൈവം ആ പെർഫെക്റ്റ് പ്ലാനിനെ നിവർത്തീകരിച്ചിട്ട് പറയുക, നിന്റെ ഭോഷത്വത്തിൽ എന്റെ ജ്ഞാനം അതിനേക്കാൾ വലുതാ. യവനനെ, ഗ്രീക്കുകാരാ, അറിവുള്ളവനെ, പഠിത്തമുള്ളവനെ, നീ അന്വേഷിക്കുന്നത് ലോജിക്കാണെങ്കിൽ ദൈവത്തിന്റെ ലോജിക്കിന്റെ പേരാണ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. യഹൂദൻ ഇന്നും അടയാളം അന്വേഷിക്കുക. യഹൂദൻ അടയാളം ചോദിക്കുമ്പോ ദൈവം പറയുക, ഭൂമിയുടെ നടുവിൽ ഇസ്രായേലിൽ ഗോൽഗോത്തയിൽ ഉയർത്തിയ ക്രൂശിൽ തൂങ്ങി മരിച്ച, തൂക്കിക്കൊന്ന യേശു അല്ലാതെ ഒരു അടയാളം ഇസ്രായേലിന് ലഭിക്കാനില്ല. അവർക്ക് എന്നിട്ടും മനസ്സിലാകാത്ത കാര്യമാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഈ ഗ്രീക്കുകാരനോ ഈ ഹീബ്രുവിനോ ഇന്നിന്റെ ലോജിക്കിനോ ഇന്നിന്റെ ഇന്റലിജൻസിനോ മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവജ്ഞാനത്തെയാ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. അതോർത്താ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ യേശു കർത്താവ് ശിഷ്യന്മാര് പോയി ഭൂതങ്ങളെല്ലാം പുറത്താക്കിയിട്ട് വന്നപ്പം സന്തോഷിച്ച് തുള്ളിച്ചാടിയെന്ന് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഹി ഡാൻസ്ഡ് വിത്ത് ജോയ്. സന്തോഷത്തോടെ യേശു ഡാൻസ് ചെയ്തിട്ട് ദൈവത്തെ സ്തുതിച്ചിട്ട് പറയുക, നീ ഇത് ജ്ഞാനികൾക്കും മഹത്തുക്കൾക്കും മറച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിശുക്കൾക്ക് വെളിപ്പെടുത്തി, ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. നമ്മൾ ഇതിനെ പഠിച്ചിട്ടൊന്നുമല്ല, ഇത് നമ്മുടെ ഉള്ളം തൊട്ടപ്പം നമ്മൾ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വസിച്ചതല്ലേ നമ്മുടെ പാപത്തെ മാറ്റിയത്, നമ്മുടെ രോഗത്തെ മാറ്റിയത്, നമുക്ക് ജയം തന്നത്. നമ്മൾ ഇന്നും നിൽക്കുന്നതിന്റെ ആധാരം ഈ യേശു ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്നുള്ള ധൈര്യമല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഉൽപ്പത്തിയുടെ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ ദൈവം ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏദനിൽ പാപം ചെയ്തപ്പോൾ ആദമിന്റെ ഹവ്വയുടെ നഗ്നതയെ മറക്കാൻ വേണ്ടി അന്നൊരു മൃഗം അറുക്കപ്പെട്ടു. അതൊരു നിഴല. പാപം ചെയ്ത് നഗ്നരായിപ്പോയ, പാപം ചെയ്ത് നിന്ദിക്കപ്പെട്ടു പോയ ഒരു ജനത്തിന്റെ നിന്ദയെ മറക്കാൻ രക്തം കൊണ്ടൊരു യാഗം ചെയ്യേണ്ടി വന്നു. അതൊരു താൽക്കാലികം മാത്രമാണ്. പിന്നീട് ഇങ്ങോട്ട് യാഗസമ്പ്രദായങ്ങളെല്ലാം ഇസ്രായേലിന് കൊടുത്തപ്പോൾ അതിനകത്തെല്ലാം അവരോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, രക്തം ചൊരിയാതെ വിമോചനമില്ല. പക്ഷെ ആ രക്തം ഒരു മൃഗത്തിൻ്റെ അല്ല, ആ രക്തം ഒരു മനുഷ്യൻ്റെ അല്ല. കാരണം മനുഷ്യനെല്ലാം പാപത്തിൻ്റെ കീഴിലാണ്. ആ രക്തം പാപം ചെയ്യാത്ത ഒരുവൻ്റെതായിരിക്കണം. അങ്ങനെ ഒരുവൻ ജനിച്ചതാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇത്ര വലിയ കാര്യത്തെയാ നമ്മൾ വിശ്വസിച്ചത്. ഇത്ര വലിയ ദൈവപ്രവർത്തിയാ ദൈവം വിശ്വസിക്കാനുള്ള കൃപ നമുക്ക് തന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് ദൈവം ചെയ്ത ആഴമായ രൂപാന്തരത്തിന്റെ പ്രവൃത്തിക്ക് അത്രമേൽ ഘനമുണ്ട്. ഇത് വിശ്വസിച്ചവരാ നമ്മൾ വിശ്വാസികള്. ഇത്ര വലിയ കാര്യത്തെ വിശ്വസിച്ചെങ്കിൽ പ്രിയരെ, ഇന്ന് ജീവിതത്തിന്റെ മുന്നിൽ നീ ഫേസ് ചെയ്യുന്ന വിഷയത്തെ തീർക്കാൻ എന്റെ യേശുവിന് കഴിവില്ലേ? പ്രൈസ് ദി ലോർഡ്. ആധിപത്യങ്ങളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ഒരു യേശു എനിക്കുള്ളപ്പോൾ നിന്റെ ഏതു വിഷയത്തിനാ യേശു മതിയായതല്ലാത്തത്? പ്രൈസ് ദി ലോർഡ്. യേശു മതിയായവൻ. ഇന്ന് രാവിലെ വിശ്വസിക്കണം, യേശു മതിയായവൻ. അവന് സമയം തെറ്റത്തില്ല, അവന് ഒരു കാര്യം പോലും തെറ്റുപറ്റത്തില്ല. നീ അവനെ വിശ്വസിച്ചാൽ നീ അവന്റെ മഹത്വം കാണും. ഓ, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ശമന ഹദരഗരഗദനഗ ശൈദരാദര
ഇന്ന് പകല ഭയങ്ങളെല്ലാം ഒന്ന് വിട്ടുകൊടുത്തേ, ആ ചിന്താഭാരങ്ങളെല്ലാം ഒന്ന് വിട്ടുകളഞ്ഞ് ഈ ക്രൂശിലേക്കൊന്ന് നോക്കിയേ. എത്ര പെർഫെക്റ്റ് ആയിട്ടാ ദൈവം ആ വീണ്ടെടുപ്പിനെ നടത്തിയത്, എത്ര പെർഫെക്റ്റ് ആയിട്ടാ ദൈവം എന്നെ രക്ഷിച്ചത്, എത്ര പെർഫെക്റ്റ് ആയിട്ടാ അവൻ ശത്രുവിന്റെ തലയെ തകർത്തത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലൊന്ന് വിശ്വസിച്ച് ഒന്ന് ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ ഇത്ര വലിയ രക്ഷ അത് വൃഥാവായി പോകരുതെന്ന് പൗലോസ് പറയുക. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എവിടെയെങ്കിലും ഒരു മടങ്ങി വരേണ്ടുന്ന ആവശ്യകത എനിക്കുണ്ടെങ്കിൽ, എന്നെ വീണ്ടെടുക്കാൻ ഇത്ര മഹത്വകരമായ പ്രവൃത്തിയെ കർത്താവ് ചെയ്ത് ഞാൻ പോലും അറിഞ്ഞില്ല, എന്നെ ആധിപത്യത്തിൽ വെച്ച പിശാച് കാലാകാലങ്ങളിൽ എന്നെ കൊണ്ട് ചെയ്യിച്ചതെല്ലാം അവൻ്റെ ഇഷ്ടങ്ങളാണ്. അവൻ്റെ ഇഷ്ടത്തിനകത്തുനിന്ന് എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാനുള്ള ശേഷി പോലും നമുക്കില്ലായിരുന്നു. ഫ്രീ വിൽ എന്നൊക്കെ നമ്മൾ പറയും, തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഇല്ല, അതുപോലും ഇല്ലായിരുന്നു. അടിമകളായിരുന്നു അവൻ്റെ. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ഇസ്രായേലിനൊരു തെരഞ്ഞെടുപ്പൊന്നും ഇല്ലായിരുന്നു. വിട്ടാലല്ലേ പോകാൻ പറ്റൂ. വിടാത്തതുകൊണ്ടാണ് ദൈവം അവരുടെ ഏപ്പിളക്കിയിട്ട് പുറത്തിറക്കിയത്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിൻ്റെ ഈ ആധിപത്യം വേണ്ട, എനിക്കിനി കർത്താവിനെ മതിയെന്ന് നമ്മൾ പറഞ്ഞൊരു വാക്കല്ലേ നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായത്. ചിന്തിക്കണം, അത് നമ്മുടെ കഴിവൊന്നുമല്ല, കൃപയാൽ കൃപയാൽ കൃപയാൽ. അതുപോലും പറയാനുള്ള ശേഷി നമുക്കില്ലായിരുന്നു എന്ന് അതിനർത്ഥം. ഇവനെ വേണ്ട, ഇവൻ ദുഷ്ടനാ, ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാനുള്ള ശേഷി നമുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കൃപ വ്യാപരിച്ചത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ഞാൻ ഏറ്റുപറഞ്ഞതുപോലും എൻ്റെ ലോജിക്കിനകത്ത് കയറി ഇത് ശരിയാണെന്ന് മനസ്സിലായിട്ട് ഞാൻ എടുത്ത തീരുമാനമൊന്നുമല്ല. അവന്റെ കൃപ എൻ്റെ മേൽ ഉദിച്ചപ്പോൾ ആ കൃപ എന്നെ ശക്തീകരിച്ചു ഒന്ന് വിശ്വസിക്കാൻ. ഹല്ലേലൂയ. ഇത് കൃപയാലാണ്. ജീസസ്. അവിടെ നമ്മൾ ഇറങ്ങിപ്പോയതൊന്നുമല്ല. വചനം പറയും, അവൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വച്ചു എന്ന് പറഞ്ഞാൽ, കർത്താവ് സ്വർഗരാജ്യം എല്ലാം ഒരുക്കി വെച്ചിട്ട് മക്കളെ കയറി വന്നോ, ഇവിടെ എല്ലാം റെഡിയാന്ന് പറഞ്ഞപ്പോ നമ്മൾ കയറി ചെന്നൊന്നുമല്ല. അവൻ ഇറങ്ങി വന്ന് ശത്രുവിനോട് പടവെട്ടി അവന്റെ തലയെ തകർത്ത് നമ്മളെ അവിടെ നിന്ന് എടുത്ത് അവന്റെ രാജ്യത്തിൽ കൊണ്ടാക്കി വെച്ചു. അത്ര പോലും ചെയ്യാനുള്ള ശേഷി നമുക്കില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് നമ്മുടേതല്ല. ഇതുകൊണ്ടാ പറയുന്നത്, നാം അവനെ തെരഞ്ഞു പോയതല്ല, അവൻ നമ്മെ തെരഞ്ഞു വന്നതാ. നാം അവനെ കണ്ടെത്തിയതല്ല, അവനെ കളഞ്ഞു പോയതിനെ കണ്ടെത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ഞാൻ ആ പറഞ്ഞ വാക്കുപോലും അവന്റെ കൃപയാ. യേശുവാണ് എൻ്റെ കർത്താവെന്ന് പറഞ്ഞത് അവന്റെ കൃപയാ. വിശ്വസിക്കുക. ആ ആധിപത്യത്തിൽ നിന്ന് പൊട്ടിച്ച് നമ്മളെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞാൻ പിന്നെയും അവന്റെ ആ പഴയതിലേക്ക് തിരിഞ്ഞാൽ ഇനി എന്നെ രക്ഷിക്കാൻ വേറൊരു രക്തമില്ല, ഇനി എന്നെ കഴുകാൻ വേറൊരു യാഗമില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ തിരുത്താനോ മടക്കി വരുത്താനോ പറ്റത്തില്ലെന്നാ ബൈബിൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മടങ്ങി വരവ് അതെന്റെ തീരുമാനത്തിനകത്തുള്ളതാ. രക്ഷിച്ചില്ലേ, ഒരിക്കൽ അപ്പന്റെ സ്നേഹം അനുഭവിച്ചില്ലേ, ഒരിക്കൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചല്ലേ ഞാൻ. അങ്ങനെയുള്ളവന് മാത്രമേ മടങ്ങി വരവിന് സാധ്യതയുള്ളൂ. അതുകൊണ്ട് മുടിയൻപുത്രന്റെ കഥ പറഞ്ഞപ്പം ഏതോ ഒരു ചെറുക്കൻ മടങ്ങി വന്നെന്നല്ല, അപ്പന്റെ വീട്ടിൽ നിന്ന് പോയവനെ മടങ്ങി വരാൻ പറ്റത്തുള്ളൂ. അപ്പന്റെ സ്നേഹം അനുഭവിച്ചവന് മാത്രമേ മടങ്ങി വരാൻ പറ്റത്തുള്ളൂ. രക്ഷയ്ക്ക് അവന്റെ കൃപയാണെങ്കിൽ മടങ്ങി വരവ് എന്റെ തീരുമാനമാണ്. വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാന്നുള്ളത് എന്റെ തീരുമാനമാണ്. അത് ചെയ്യാൻ ഞാൻ തയ്യാറായാൽ എന്നെ മടക്കി കയറ്റാൻ അപ്പൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എത്ര നന്നായിട്ടാണ് ആ വീണ്ടെടുപ്പിനെ ദൈവം ചെയ്തത്. ഞങ്ങളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്തത്. ഇനി ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അതാ, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിശാചിൻ്റെ ആധിപത്യത്തിൽ കിടന്ന് നമുക്ക് അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തിറങ്ങി ഒന്ന് നേരെ നിൽക്കാനുള്ള ഒരു കെൽപ്പും നമുക്കില്ല. അതുകൊണ്ട് ഇനി ഒരു യാഗം ആവശ്യമില്ല, ഇനി ഇതിനോടൊന്നും. അതുകൊണ്ടല്ലേ പൗലോസ് ഇത്ര എന്താ പറയുക
പല്ലും നഖവും കൊണ്ടെന്ന പോലെ പോരാടിയിട്ട് അവരോട് പറയുക, ഇനിയും പരിച്ഛേദന വേണമെന്ന് പറഞ്ഞ് നിങ്ങളെ കലക്കി കളയുന്ന ഉപദേശത്തിൽ കുടുങ്ങിപ്പോരുത്. കാരണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടാൻ. അത് സകലതും പുത്രൻ ചെയ്തു. യേശു ആണ് വീണ്ടെടുപ്പിന്റെ അവസാന വാക്കെന്ന് വിശ്വസിക്കാതെ നിങ്ങൾക്കൊരു നീതീകരണമില്ല. അത്ര സ്ട്രോങ് ആയിട്ട് ഈ പരിച്ഛേദനയെ പൗലോസ് എതിർക്കാൻ പോലും കാര്യം ഈ ക്രിസ്തുവിന്റെ വെളിപ്പാടകത്ത് കയറി. ക്രൂശാണ് ദി അൾട്ടിമേറ്റ് സാക്രിഫൈസ് എന്നുള്ളത് പൗലോസിന്റെ അകത്ത് കയറിയപ്പോൾ പൗലോസിന് മനസ്സിലായി പരിച്ഛേദനയൊന്നുമല്ല, പുറമേ ഉള്ളൊരു ഒരിത്തിരി കഷ്ടം എന്താ പറയാ അഗ്രചർമ്മം ചെയ്യുന്നത് കൊണ്ടൊന്നും അല്ല ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ രക്തം എൻ്റെ ഹൃദയത്തിൽ തളിക്കപ്പെട്ട് എൻ്റെ ഹൃദയത്തിന് പരിച്ഛേദന തരുക കർത്താവ്. എൻ്റെ ഹൃദയത്തിന് പരിച്ഛേദന, ആവശ്യമില്ലാത്തതിനെല്ലാം കർത്താവ് വെട്ടിക്കളഞ്ഞത്, പരിശുദ്ധാത്മാവ് അതിന് സഹായിച്ചത്. ആ വഴിയെ നടക്കുന്നതാ നമുക്ക് ഏറ്റവും അനുഗ്രഹം. അതിനാ ഇനി നമ്മൾ വചനം വായിക്കുന്നതും അവൻ്റെ ആത്മാവിനെ കേൾക്കുന്നതല്ല, അവൻ്റെ കൂടെ നടക്കണം. അപ്പോഴാ ദൈവിക സമാധാനം, ദൈവത്തിൻ്റെ സന്തോഷം, ദൈവിക അനുഗ്രഹം. നിന്റെ മാവ് ഉഴക്കുന്ന തൊട്ടി ഭരണിയിലെ എണ്ണ വറ്റിപ്പോകത്തില്ല. നീ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലി അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം ഈ വീണ്ടെടുപ്പിനകത്ത് നിന്നാലേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇസ്രായേൽ നീ ഒന്നും ചെയ്യണ്ട, മഞ്ഞും മഴയും പെയ്ക്കുന്നത് അവനാ, വിളവ് തരുന്ന അവനാ, കൃഷി അനുഗ്രഹിക്കുന്ന അവനാ, നിന്റെ ആടുമാടുകളെ അനുഗ്രഹിക്കുന്ന അവനാ, തലമുറയെ അനുഗ്രഹിക്കുന്ന അവനാ. എല്ലാ നന്മയുടെ ഉറവിടം യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട, അവനിൽ വസിച്ചാൽ മതി, ക്രിസ്തുവിൽ വസിച്ചാൽ മതി. ക്രിസ്തുവാണ് ഇതിൻ്റെ അവസാന വാക്കെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ആ തിരിച്ചറിവിൽ ജീവിക്കാനാ പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മളെ സഹായിക്കുന്നത്. ഒന്ന് പകലൊന്ന് ഏൽപ്പിച്ചാട്ടെ. എല്ലാ ഭയങ്ങളെയും വിട്ടുകളയണം, വിശ്വസിക്കണം. ഒരു ഭയം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്ന പോലും വിശ്വാസത്തിൻ്റെ അഭാവമാണ്. വിശ്വാസം ഇല്ലായ്മയാണ് സത്യത്തിൽ ഒരു ഭയം എന്നെ ഭരിക്കുന്നതിൻ്റെ കാരണം. വിശ്വാസം അതല്ലേ. നിങ്ങൾ പഴയ ഭക്തരായ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെ ശ്രദ്ധിച്ചാൽ അവർ ഈ രോഗം വന്ന് ശരീരത്തിൽ വേദന മൂർച്ഛിച്ച് മരണവെപ്രാളം എടുക്കുമ്പോഴും പ്രാർത്ഥിക്കാം എന്ന് പറയാൻ കാര്യം എന്തുവാ? ശരീരത്തിൽ വേദന അല്ലേ അച്ഛാ? വേദന അനുഭവിക്കാഞ്ഞിട്ടാണോ? വേദന റിയാലിറ്റി ആയിട്ട് ശരീരത്തിൽ ഇരിക്കുമ്പോഴും അകത്ത് വിശ്വാസം തള്ളിക്കയറുമ്പോഴാണ് പറയുന്നത് പ്രാർത്ഥിച്ചാൽ മതി. ആ വിശ്വാസമാ ഈ എന്താ പറയുക ഈ സയൻസിനെ തോപ്പിക്കുന്ന ഒരു സാധനമായിട്ട്. സയൻസ് എന്നാ ഡെവലപ്മെന്റ് ഉണ്ടാക്കി, എന്തോരം ഡെവലപ്പ് ചെയ്തു. പക്ഷെ ഇത്രയും വന്ന ഡെവലപ്മെന്റ്സിനെയൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസം തകിടം മറിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം എന്തുമാത്രം വലുതാണ്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ ഹൃദയം വരെ ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. അവന് ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ ഒരു മനുഷ്യനാണോ നിൽക്കുന്നത്? അവൻ്റെ ഹൃദയത്തെ തിരിക്കാൻ നിനക്ക് പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് പറ്റൂലേ? രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഒരു മനുഷ്യന്റെ ഹൃദയം തിരിക്കാൻ കഴിയത്തില്ലേ? അത് വിശ്വസിക്കുമ്പോഴല്ലേ അത് വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസം നൽകിത്തരുന്നതാ പരിശുദ്ധാത്മാവ്. ഇന്ന് പകലിൽ ഇത് കേട്ടിട്ട് പോവുമല്ല, പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അവന്റെ സഹായത്തിനായി അപേക്ഷിക്കണം. അതിനാ നമ്മൾ ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുന്നത്. തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാൻ സഹായം വേണം. എന്തിനാ സഹായം? ഈ വിഷയത്തിൽ ഇത് കയറാനല്ല, ഈ വിഷയത്തിന്റെ നടുവിൽ നിന്നെ വിശ്വസിക്കാനുള്ള സഹായം വേണം. എന്നെ ഭയം മൂടരുത്, എന്നെ നിരാശ മൂടരുത്. എൻ്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കാൻ കർത്താവ് നിന്റെ സഹായം വേണം. ഈ പകലൊന്ന് പ്രാർത്ഥിക്കാമോ? കണ്ണുകളിൽ ഒന്ന് അടച്ചേ, ഹൃദയമെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലൊക്കെ നേൽപ്പിച്ചാട്ടെ. ദൈവത്തോടൊന്ന് പറഞ്ഞേ, കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവിശ്വാസത്തെ നീക്കണം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവിശ്വാസത്തെ നീക്കണം. ചന്ദ്രരോഗിയായ മകനെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന അപ്പൻ പറഞ്ഞു, നിനക്ക് കഴിയുമെങ്കിൽ ഇവനെ സൗഖ്യമാക്കണം. യേശു ചോദിച്ചു, നിനക്ക് കഴിയുമെങ്കിൽ എന്നോ? ദൈവത്തിന് സകലവും സാധ്യം. ആ അപ്പൻ നിലവിളിച്ചു പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അവിശ്വാസത്തെ പൊറുക്കണമെന്നാ പറഞ്ഞത്.
പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നുള്ളതല്ല വിഷയം, നീ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ചന്ദ്രരോഗിയായ മകനെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ പലരും വന്നിട്ടുണ്ട്. പക്ഷെ അത്ഭുതം നടക്കുന്നത് നിന്റെ വിശ്വാസത്തിലാണ്. നീ അവനിൽ വിശ്വസിക്കണം. അവൻ ആരാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിന് സകലവും സാധ്യം. ദൈവം കാലാകാലങ്ങളിൽ ചരിത്രത്തെ തിരിച്ച ദൈവം, രാജാക്കന്മാരെ തിരിച്ച ദൈവം, സാമ്രാജ്യങ്ങളെ തകർത്ത് കളഞ്ഞ ദൈവം, ദൈവത്തിൻ്റെ സകല ഉദ്ദേശങ്ങളും നിവർത്തീകരിക്കുന്ന സർവശക്തനായൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുമ്പോൾ നിന്റെ മുൻപിൽ ഇന്ന് നിൽക്കുന്ന വെല്ലുവിളികളോ നീ കടന്നു പോകുന്ന പ്രയാസങ്ങളോ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ജഡത്തിൻ്റെ ഏതെങ്കിലും ശീലങ്ങളോ ശൈലികളോ അതിനെല്ലാം ജയിക്കാൻ എൻ്റെ യേശുവിൻ്റെ കൃപ മതിയെന്നും യേശു മതിയായവനാണെന്നും നീ വിശ്വസിക്കണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പകലിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നപ്പാ. എത്ര നന്നായിട്ടാണ് ദൈവം അങ്ങയുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് കൊടുത്ത വില, അതിനുവേണ്ടി കർത്താവെ ചരിത്രത്തെ പോലും സിങ്ക്രണൈസ് ചെയ്ത് കർത്താവ് ഒരു സമയത്തിന് പോലും മാറ്റം വരാതെ വളരെ കൃത്യതയോടെ ഈ വീണ്ടെടുപ്പിനെ നടത്തിയ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാപ്പാ. ഞങ്ങൾ ഈ പകലിൽ വിശ്വസിക്കുക, ഞങ്ങൾ അത് വിശ്വസിക്കുക. എൻ്റെ ദൈവം കാലങ്ങളെ കാലഗതികളെ നിശ്ചയിക്കുന്നവൻ, എൻ്റെ ദൈവത്തിന് സകലവും സാധ്യം. അവൻ ഹൃദയങ്ങളെ തിരിക്കുന്നവൻ. ഹല്ലേലൂയ. അവൻ ശത്രുവിനെ തോൽപ്പിച്ചവനാ. കർത്താവെ, അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഇടുക. അതിനെക്കുറിച്ച് വിചാരപ്പെടാനല്ല അപ്പം, അത് നിന്റെ കരത്തിലേൽപ്പിച്ച് നിന്നെ ഒന്ന് നോക്കാൻ, നിന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ. അപ്പം അങ്ങ് എത്ര ശക്തനാണെന്ന് എൻ്റെ ഉള്ളം നിറയട്ടെ അപ്പാ. അങ്ങ് എത്ര ബലവാനാണെന്ന്, അങ്ങ് സർവശക്തനെന്ന് പറയുന്ന വാക്കിൻ്റെ ഖനം എൻ്റെ ഹൃദയത്തെ ഭരിക്കട്ടെ കർത്താവേ. കർത്താവ്, ഈ വചനത്തെ അയച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഭയത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഇന്ന് പകൽ നിരാശകൾ പൊട്ടിമാറട്ടെ. ഇന്ന് പകലിൽ ജയിക്കാൻ കഴിയാത്ത ജഡത്തിൻ്റെ മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രാപിക്കട്ടെ. അങ്ങ് വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരും. അങ്ങ് ചെയ്ത പ്രവൃത്തിയെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കും. ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ കർത്താവിന് തോന്നിയ കരുണയോർത്തും നന്ദി പറയുന്നപ്പോൾ എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ.